നമ്മൾ മരിക്കുമ്പോൾ ആര് കരയും? ശരിക്കും നമ്മൾ ജീവിതത്തോട് ചോദിക്കേണ്ട ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. സത്യം പറഞ്ഞാൽ റോബിൻ ശർമ്മ എന്ന വലിയൊരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമാണ് നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്നുള്ളൊരു ടൈറ്റിൽ വന്നിട്ടുള്ളൊരു ബുക്ക്. ശരിക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു ലെസൺ തന്നിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. ലോകം അതിന് എതിരെ ആനന്ദിക്കുകയാണ് ഉണ്ടാവുന്നത് അല്ലേ. പക്ഷെ നമ്മൾ മരിക്കുമ്പോഴോ നമ്മൾ ആനന്ദിക്കുകയും ലോകം കരയുകയും ചെയ്യണം. അങ്ങനെ ഒരു ലൈഫായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹത്തായ ആശയം പകർന്നു തന്നിട്ടുള്ളൊരു ബുക്കായിരുന്നു റോബിൻ ശർമ്മയുടേത്. അപ്പം എപ്പോഴും പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായി ഈ ഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാനായിട്ടൊരു അവസരം തന്നിട്ട് നമുക്ക് ചലിക്കാൻ നമുക്കൊരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരെ ജീവിതത്തിൽ നമ്മൾ സ്പർശിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര പേർക്ക് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടാവും, എത്ര പേരെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. അവസാന ശ്വാസം നിലയ്ക്കുമ്പോൾ ഈ ഒരു ശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്താണ് നമ്മൾ അവശേഷിപ്പിച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മുടെ ജീവിതം എന്താണ്, എന്തിനാണ് നമ്മൾ ജീവിക്കണമെന്ന് ചില സമയത്തൊക്കെ നമുക്ക് തോന്നില്ലേ. എന്നും ജോലി എടുക്കുക, അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും മാത്രമുള്ളൊരു ജീവിതം. അതിലപ്പുറത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡിജിറ്റലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പരസ്പരം ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ സമൂഹം തമ്മിലുള്ള ഒരു ബന്ധം അകന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എത്ര കൃത്യതയോടെ നമ്മൾ മിസൈലുകളൊക്കെ തൊടുത്തുവിടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ മക്കളുടെ കൂടെ കുറച്ച് സമയം അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള എത്ര വാക്കുകൾ നമുക്ക് കൃത്യതയോടെ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് പലപ്പോഴും കിട്ടാതെ വരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അങ്ങനെയാണല്ലേ. നമ്മുടെ ജീവിതം പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തല്ലുകൂടുമ്പോഴും പിണങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ അസൂയപ്പെടുമ്പോഴും മറ്റുള്ളവർ ശത്രുത കാണിക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ മേൽ നമുക്ക് എന്താണ് നമുക്ക് നേട്ടം, എന്തിനാണ് നമ്മൾ മരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ മരണം എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റുള്ളവർക്ക് ശരിക്കും വലിയൊരു മിസ്സിങ് ആയിട്ട് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ ജീവിതത്തിൽ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി, നമ്മുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലാണല്ലേ നമ്മളെയൊക്കെ ഓർത്ത് മറ്റുള്ളവർ ദുഃഖിക്കുക. അപ്പം അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. പലപ്പോഴും നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നിട്ടും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതെ നമ്മളല്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ജീവിതം ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക.